അപ്പൊ നമ്മളിപ്പോ ഈ പിന്നെ നാലാമത്തെ അധ്യായം ബോലി എന്ന് പറഞ്ഞ ഈ അധ്യായം പിന്നെ രണ്ട് പാർട്ടായിട്ടാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഒറ്റ പാർട്ടിൽ ഒറ്റ ഒരു പാർട്ടിൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് രണ്ട് പാർട്ടായിട്ടാണ് അത് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ പാർട്ടില് 4 സെക്ഷനാണ് ഒന്നാമത്തെ പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെക്ഷൻ 4. ഇനി രണ്ടാമത്തെ പാർട്ടിൽ സെക്ഷൻ 5, 6, 7 അങ്ങനെ മൊത്തം 7 സെക്ഷനാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി ക്ലാസ്സിലേക്ക് കടക്കാം. പിന്നെ ആർക്കെങ്കിലും ഈ പരീക്ഷയ്ക്ക് ഉപയോഗപ്രദമായ ഗൈഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഗൈഡൊക്കെ നല്ല ഗൈഡ് പ്രൊവൈഡ് ചെയ്യണം. ആ ഗൈഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകാല ഘട്ടങ്ങളിൽ ആവർത്തിച്ച് വന്ന ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ആവർത്തിച്ച് വന്നുകൊണ്ടിരുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, ആ ചോദ്യങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഒരു എക്സാമിന് ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചാൽ അത് എക്സാമിൻ്റെ അന്നൊന്ന് വായിച്ചു നോക്കിയിട്ട് പോയിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പാസ് മാർക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഒന്നും കൂടി ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ശതമാനം മാർക്കോട് കൂടിയിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ കഴിയും. പിന്നെ അസൈൻമെന്റുകളുണ്ട്, TMA അസൈൻമെന്റ് ചോദ്യം. അസൈൻമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഇതിനൊക്കെ നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നമ്മളത് കറക്റ്റായിട്ട് പറഞ്ഞുതരും. പിന്നെ ഇംഗ്ലീഷിന്റെ ഗ്രാമർ ക്ലാസ് ഉണ്ട്. ഏകദേശം പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ നമ്മളെ ചാനലിൽ വരാനുണ്ട്. അപ്പോൾ വന്നൊക്കെ മനസ്സിലാവും. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ റൈറ്റ് ആൻഡ് ടിക്കൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറേ ഓപ്ഷനുകളുണ്ട്. അപ്പോൾ അത് ഒരു ഗ്രാമർ ക്ലാസ്സുകളാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ഓൺലൈനിൽ നമ്മൾ സൂം മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് അതിൽ എങ്ങനെ നമ്മൾ ചെയ്യുന്നറിയോ, സൂം മീറ്റിംഗ് ഒക്കെ അതിൻ്റെ ഒരു ലിങ്ക് നമ്മൾ നിങ്ങൾക്ക് വിട്ടുതരും. എന്നിട്ട് അത് ലൈവായിട്ട് ആ ക്ലാസ് നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അതിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് ചോദിക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ സയൻസ്, മലയാളം, അതുപോലെ തന്നെ പിന്നെ സോഷ്യോളജി, അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ നമ്മളിവിടെ ക്ലാസ് എടുത്ത് കൊടുക്കണം. അതിൻ്റെയൊക്കെ ലൈവ് ക്ലാസ്സുകളുണ്ടാവും. ആ ലൈവ് ക്ലാസ്സുകൾ പരീക്ഷയോടനുബന്ധിച്ച് 1-2 ക്ലാസ്സേ കിട്ടുള്ളൂ. ആ ക്ലാസ്സിന് ആഗ്രഹമുള്ളവരൊക്കെ ആ സമയത്ത് നമ്മൾ വാട്സപ്പിൽ അറിയിക്കും. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിക്കും. അപ്പോൾ അതിൽ വരിക. അങ്ങനെ നമ്മളൊക്കെ കൂടി ഒന്നിച്ച് നിന്നിട്ട് നല്ലൊരു മാർക്ക് നേടാൻ നമ്മൾ ശ്രമിക്കുക. അതിന് എന്തിനും ഏത് സമയത്തും നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കണം. സെക്ഷൻ 5 നാലാമത്തെ അധ്യായത്തിലെ 5ാമത്തെ സെക്ഷനാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അതാണ് ഈ വീഡിയോയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താ പറഞ്ഞു നോക്കല്ലോ നമ്മള്. അപ്പോൾ ഓക്കെ, റെഡി അല്ല എല്ലാവരും? ഒക്കെ ഒന്ന് റെഡി ആയി നിൽക്കി എല്ലാവരും. നമ്മളെ ഈ വീഡിയോയിലെ ഈ പുസ്തകത്തിലേക്ക് കറക്റ്റ് ശ്രദ്ധിക്കുക. അങ്ങനെ ഇത് ഇതിന് നമ്മൾ കറക്റ്റായിട്ട് വായിച്ചു തരും. വായിച്ച് പറഞ്ഞ് ഈ കഥയുടെ സാരാംശം ഇതിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടും. പിന്നെ വീട്ടിൽ പോയിട്ട് നിങ്ങളത് കറക്റ്റായിട്ട് ഒന്നും കൂടി വായിക്കണം. ആ പുസ്തകം നിങ്ങൾ ഈ വീഡിയോന്റെ സഹായം ഇല്ലാതെ ഒന്നിച്ച് വായിക്കണം. അപ്പോൾ ആ പുസ്തകം അർത്ഥം അറിഞ്ഞ് എങ്ങനെ വായിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ടൂൾസുകളുണ്ട് നമ്മളെ അടുത്ത്. അത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് വായിക്കേണ്ടത്, അത് വായിക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വെക്കേണ്ടത് എന്നൊക്കെ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞുതരും. ഇപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുക കേട്ടോ. ഇത് വില്ലേജ് ബിക്കേം എ സ്മോൾ ടൗൺ. ഇപ്പോൾ നമ്മൾ സെക്ഷൻ 4 ഇപ്പോൾ എന്താണ് ചർച്ച ചെയ്തത്? അവള് ക്ലാസ്സിൽ ഇങ്ങനെ ആകെ പേടിച്ച് ഇതാക്കി നിൽക്കുന്നു. അങ്ങനെ ആ ക്ലാസ്സിൽ നല്ലൊരു ടീച്ചർ അവൾ കണ്ടുമുട്ടുന്നു. അങ്ങനെ ടീച്ചർ അവളോട് പറയുകയാണ്, എന്നെ നല്ലൊരു പെൺകുട്ടിയാക്കിയിട്ട് എല്ലാവരും ബഹുമാനിക്കുന്ന തരത്തിലുള്ള ഒരു കുട്ടിയാക്കിയിട്ട് നമ്മൾ മാറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതിൻ്റെ ശേഷമാണ് സെക്ഷൻ 5ലേക്ക് നമ്മൾ വരുന്നത്. സെക്ഷൻ 5ലേക്ക് നമ്മൾ എത്തിയപ്പോൾ അവിടെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്? ഒരുപാട് വർഷങ്ങൾ കടന്നു പോയിക്കുന്നത്. അത് ഒറ്റ ദിവസം കൊണ്ടൊന്നും വില്ലേജ് ടൗണായി മാറില്ലല്ലോ. അപ്പോൾ ഇത് വില്ലേജ് ബിക്കേം എ സ്മോൾ ടൗൺ. ആ വില്ലേജ് ഒരു ചെറിയ ടൗണായി മാറി. ദ ലിറ്റിൽ പ്രൈമറി സ്കൂൾ ബിക്കം എ ഹൈ സ്കൂൾ. അവിടെ മുമ്പുണ്ടായിരുന്ന ആ ചെറിയ സ്കൂൾ ഉണ്ടല്ലോ, അതൊക്കെ വലിയ ഹൈസ്കൂളായി മാറി. ദർ വെർ നൗ എ സിനിമ അണ്ടർ എ ടിൻ ഷെഡ്. തകര ഷീറ്റിന്റെ അടിയിലുള്ള ഒരു ഷെഡിന്റെ ആയിട്ടാണെങ്കിൽ പോലും ഒരു സിനിമ ഹാൾ ആ ടൗണിൽ വന്നിട്ടുണ്ട്. മറ്റേ ഗ്രാമത്തിൽ സിനിമ ഹാളൊന്നും ഉണ്ടാവില്ല. ആൻഡ് എ കോട്ടൺ ഗെയിനിങ് മില്ല്, ഒരു തുണിമില്ലൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ദ മെയിൽ ട്രെയിൻ ബിഗൈൻ ടു സ്റ്റോപ്പ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. അവിടെ ചെറിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അവിടെ ഒരുവിധം ട്രെയിനുകളൊന്നും നിർത്തില്ലായിരുന്നു. പക്ഷേ വില്ലേജ് ടൗണായി മാറിയപ്പോൾ ആളുകളുടെ വരവും കാര്യങ്ങളൊക്കെ കൂടി. അങ്ങനെ
റെയിൽവേ സ്റ്റേഷന് ഒരുവിധം ട്രെയിനുകളൊക്കെ ആ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തലും തുടങ്ങി. അതാണ് സെക്ഷൻ 5 പറയുന്നത്. വൺ നൈറ്റ് ആഫ്റ്റർ ഡിന്നർ. അപ്പൊ കാര്യങ്ങൾ അങ്ങനെ കുറെ കടന്നുപോയി. അപ്പോ ഇങ്ങനെയൊക്കെ ടൗണൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കഥാപാത്രമായ ബോലി എന്ന് പറഞ്ഞ ആ കൊച്ചു പെൺകുട്ടി വളർന്ന് വലുതായി വലിയ പെണ്ണായി മാറിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ കഥയുടെ ഈ സെക്ഷന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇനി ആ ടൗണും പിന്നെ വില്ലേജൊക്കെ വിട്ട് ഇനി നമ്മള് പിന്നെ ബോലി എന്ന് പറഞ്ഞ ആ കൊച്ചു പെൺകുട്ടി വലിയ പെൺകുട്ടിയായ ആ വീട്ടിലേക്കാണ് നമ്മൾ കഥ പോകുന്നത്. അവിടെ ഒരു രാത്രി, വൺ നൈറ്റ് ആഫ്റ്റർ ഡിന്നർ, അത്താഴത്തിന് ശേഷം രാംലാൽ സെഡ് ടു ഹിസ് വൈഫ്. രാംലാൽ ആരാണ്? ബോലിന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ ഭാര്യയോട്, അതായത് ബോലിന്റെ അമ്മയോട് പറഞ്ഞു, then shall I accept December's proposal? അതായത് ഭാര്യനോട് ചോദിക്കാണ്, ഞാന് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ആർക്ക്? നമ്മളെ ബോലിക്ക്. ഡിസംബർ എന്ന് പറഞ്ഞ ഒരു പരന്റെ ഒരു കല്യാണാലോചന വന്നിട്ട് ഞാനതാണ് ഉറപ്പിക്കട്ടെ എന്ന് ഭാര്യനോട് രാംലാൽ ചോദിക്കാണ്. യെസ് സെർട്ടൻലി, തീർച്ചയായും, ഭാര്യ പറയാണ്. ആ ഒരു സംഭാഷണമാണ് ഇവിടെ പറയുന്നത്. ഭാര്യ എന്താ പറഞ്ഞത്? യെസ് സെർട്ടൻലി, തീർച്ചയായും. ഹിസ് വൈഫ് സെഡ്, അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, ബോലി വിൽ ബി ലക്കി ടു ഗെറ്റ് സച്ച് വെൽ ടു ബ്രൈഡ് ഗ്രൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരൻ. അപ്പൊ അത്തരം ഒരു നല്ല വരനെ ലഭിക്കുന്നത് ബോലിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമാണ്. എ ബിഗ് ഷോപ്പ്, ആ വരന് പിന്നെ ബോലിന്റെ ഭർത്താവാകാൻ പോകുന്ന ആൾക്ക് വലിയൊരു കട ഉണ്ട്, ഒരു ഷോപ്പ് ഉണ്ട്. എ ഹൗസ് ഓഫ് ഹിസ് ഓവൺ, അയാൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്. ആൻഡ് ഐ ഹിയർ സെവറൽ തൗസൻഡ് ഇൻ ദ ബാങ്ക്, അദ്ദേഹത്തിന്റെ പേരിൽ ബാങ്കിൽ ആയിരക്കണക്കിന് ഉറുപ്പിക ഡെപ്പോസിറ്റ് ഉണ്ട്. മോർ ഓവർ, അതിലെല്ലാം ഉപരി, ഹീസ് നോട്ട് ആസ്കിംഗ് ഫോർ എനി ഡൗറി എന്ന് പറഞ്ഞ സ്ത്രീധനം. അപ്പൊ ഇവർ നോക്കുന്ന പ്ലസ് പോയിന്റ് എന്താണ്? അവര് ഒരു ചെറിയ സ്ത്രീധനം പോലും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മളെ ബോലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭാഗ്യം തന്നെയാണ്. ഡൗറിയൊക്കെ ബോലില്ല കൊടുക്കല്, ബോലിന്റെ പാരന്റ്സ് ആണ്, അതായത് മാതാപിതാക്കളാണ് ഡൗറിയൊക്കെ കണ്ടെത്തേണ്ടത്. അപ്പോ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അമ്മ പറയണത് ലക്കിനെ സമല്ല, ബോലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഭാഗ്യമാണ് എന്നാണ് അമ്മ ഇവിടെ പറയുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഡൗറി എന്ന് ചോദിക്കാത്തത് കാരണം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതും ഈ ആലോചന വലിയൊരു ഭാഗ്യം തന്നെയാണ്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അപ്പൊ നമ്മൾ അടുത്ത സെന്റൻസിലേക്ക് പോവാം. ദാറ്റ്സ് റൈറ്റ്, അതൊക്കെ ശരിയാണ്. ബട്ട് ഹി ഈസ് നോട്ട് സോ യങ്, അയാള് ഇത്ര ചെറുപ്പമൊന്നുമല്ല. യു നോ, നിനക്കറിയോ, ഓൾമോസ്റ്റ് ദ സെയിം ഏജ് ആസ് ഐ ആം. അതായത് ബോലിന്റെ അച്ഛൻ പറയാണ്, എന്റെ അത്രത്തോളം വയസ്സ് അദ്ദേഹത്തിനുണ്ട്. ആർക്ക്? ഈ ബോലിന്റെ വരനാവാൻ പോകുന്ന അയാൾക്ക് ബോലിന്റെ അച്ഛനോളം പ്രായമുണ്ട്. ആൻഡ് ഈ ഹാൾസോലിം, അയാളൊരു മുടന്തനാണ്. മോറോവർ the children from his first wife are quite grown up. അയാൾക്ക് മുമ്പൊരു ഭാര്യയുണ്ട്. അത് ഡൈവേഴ്സ് ആണ് തോന്നുന്നുണ്ട്. ഡൈവേഴ്സിനെ പറ്റി ഇതിനെ പറ്റി പറയണില്ല. ഈ ഡൈവേഴ്സ് ആണോ അതോ സെക്കൻഡ് മാരീഡ് ആണോ എന്നുള്ളതല്ല. അന്നത്തെ കാലത്ത് ഒരാൾക്ക് 2-3 വൈഫിനൊക്കെ സ്വന്തമായിട്ട് വെക്കാം. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, ഡബിൾ മാരേജ് ഒക്കെ ആയിരിക്കും. മോറോവർ, അതിലെല്ലാം ഉപരി ദ ചിൽഡ്രൻ ഫ്രം ഹിസ് ഫസ്റ്റ് വൈഫ്, അയാൾ ആദ്യത്തെ ഭാര്യയിൽ നിന്നും അദ്ദേഹത്തിന് കുട്ടികളുണ്ട്. ആർ ക്വൈറ്റ് ഗ്രോൺ അപ്പ്, അതായത് ബോലി എന്ന പെൺകുട്ടിനോളം പ്രായമുള്ള മക്കള് വരെ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയിലുണ്ട്. അപ്പോ ബോലിയിലെ അമ്മ പറയാണ്, സോ വാട്ട് ഡസ് ഇറ്റ് മാറ്റർ, അതുകൊണ്ട് എന്താ, ഇതൊക്കെ ഒരു വിഷയമാണോ? ഹിസ് വൈഫ് റിപ്ലൈഡ്, അതായത് പിന്നെ രാംലാലിന്റെ വൈഫ് ബോലിന്റെ അമ്മ മറുപടി പറയാണ്, ഇതൊക്കെ ഒരു വിഷയമാണോ, അതുകൊണ്ടൊക്കെ എന്താ മക്കളും വേറെ ഭാര്യയൊക്കെ ഉള്ളത്, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. പിന്നെ ബാക്കി കൂടി പറയാണ് 45 or 50, അതായത് ഒരു 45-50 പ്രായം കാണും. ഇറ്റ് ഈസ് നോ ഗ്രേറ്റ് ഏജ് ഫോർ എ മാൻ, ഒരു ആണിനെ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു വലിയ പ്രായം ഒന്നുമല്ല, ഒരു വയസ്സൊന്നുമല്ല. വി ആർ ലക്കി, നമ്മൾ ഭാഗ്യവാനാണ്. ദാറ്റ് ഈസ് ഫ്രം അനദർ വില്ലേജ്, ഇയാള് മറ്റൊരു ഗ്രാമത്തിൽ നിന്നാണ് എന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമാണ്. ഡസ് നോട്ട് നോ അബൌട്ട് ഹെർ,
പോക്ക് മാർക്സ് ആൻഡ് ഹെർ ലാക്ക് ഓഫ് സെൻസ്. അതായത് ആ ബോലിന്റെ ആ ഡാർക്ക് ആയിട്ടുള്ള ആ ഒരു ഉഗ്ലി പേസിനുള്ള വൃത്തികെട്ട മുഖവും ആ കറുത്ത പാടുകളും ആ ചിക്കൻ ഫോക്സ് വസൂരിയൊക്കെ വന്നിട്ടുള്ള കറുത്ത ആ ഫോക്സും പിന്നെ അവൾക്കൊരു ബുദ്ധിന്റെ ചെറിയൊരു കുറവൊക്കെ ഉണ്ട്. അതൊന്നും അവർ ഈ കല്യാണം കഴിക്കാൻ വരുന്ന ആളുകൾ അറിയാത്തത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതും വലിയ ഭാഗ്യമാണ്. ഇഫ് ഡോണ്ട് അക്സെപ്റ്റ് ദിസ് പ്രപ്പോസൽ, നിങ്ങൾ ഈ കാര്യം ഈ കല്യാണ കാര്യം സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ she may remain unmarried all her life. അവളെ മൊത്ത ജീവിതത്തിൽ അവൾ കല്യാണം പോലും കഴിക്കാതെ അവിടെ നിന്നു പോകും എന്ന് ഭാര്യ ബോലിന്റെ അമ്മ അച്ഛനോട് പറയാണ്. അപ്പൊ അച്ഛൻ എന്താ മറുപടി പറഞ്ഞത്? യെസ് ബട്ട് ഐ വണ്ടർ വാട്ട് ബോലി വിൽ സേ. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ എന്നാലും ബോലി എന്ത് പറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാണ് അച്ഛൻ പറയുന്നത്. What will that witless one say? What will that witless one say? She is like dumb cow. അവൾ എന്ത് പറയാനാണ്? അവൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അവൾ ഈ ഡംബ് കൗ, അതായത് മച്ചി പശുവിന്റെ മാർക്കുള്ള അവൾ എന്ത് പറയാനാണ് എന്ന അമ്മ മറുപടി പറയാണ്. ഇതൊക്കെ ഈ മാതാപിതാക്കളെ അങ്ങനത്തെ ഒരു സ്വഭാവം, അങ്ങനത്തെ സംഭാഷണം വരുന്നത് ഈ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞിനോട് സ്നേഹം ഇല്ലായിട്ടൊന്നുമല്ല. പക്ഷെ ആ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് അവർക്കറിയില്ല. അവർക്ക് വിദ്യാഭ്യാസത്തിന് നല്ലൊരു കുറവുണ്ട്. ഇപ്പോ ഈ ബോലി എന്ന് പറഞ്ഞ ഈ കുട്ടിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് ആ നാട്ടില് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു സ്കൂൾ വരെ വരുന്നത്. അപ്പൊ ഇപ്പോൾ അമ്മേന്റെ ഒക്കെ കാലഘട്ടം എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അതിൽ നിന്നാണ് ഇത്തരം വേർഡ്സുകളൊക്കെ വരുന്നത്. ഈ മച്ചി പശു, മുണ്ടാൻ പറ്റാത്ത അവൾ എന്ത് പറയാനാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോ നമ്മളെ രാംലാൽ പിന്നെ ആരോട് രാംലാല് ബോലിന്റെ അച്ഛന് ബോലിന്റെ അമ്മയോട് പറയാണ്, മേ ബി യു ആർ റൈറ്റ്, ഒരു പക്ഷേ ശരിയൊക്കെ അറിയിട്ട് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് എന്ന് രാംലാൽ പറഞ്ഞ് ആ വിഷയത്തിൽ അവിടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാണ്, അതിനോട് എഗ്രി ചെയ്യാണ്. പക്ഷേ ഇവിടെ വേറെ സംഭവമുണ്ട്. ഇൻ അതർ കോർണർ ഓഫ് ദ കോർട്ട്യാർഡ്, വീടിനുള്ളിൽ ചെറിയ വരാന്തണ്ട്. ആ വരാന്തന്റെ മറ്റൊരു മൂലക്കല് ബോലി കിടക്കുന്നുണ്ട്. എവേക്ക് ഓൺ ഹെർ കോട്ട്, അവളെ പുതപ്പിന്റെ അടിയിൽ അവൾ കേൾക്കുന്നുണ്ട്. ലിസണിങ് ടു ഹെർ പാരന്റ്സ് വിസ്പേർഡ് കൺവെർസേഷൻ, അവരുടെ ആ താന്ന സ്വരത്തിലുള്ള ആ പതുക്കെയുള്ള അവരുടെ ആ സംഭാഷണങ്ങളൊക്കെ കേട്ടും കൊണ്ട് ഒരു വരാന്തന്റെ ഒരു മൂലൊക്കെ നമ്മളെ ബോലി ഒരു പുതപ്പിന്റെ ചോട്ടിൽ ഉറങ്ങാതെ കെടുക്കുന്നുണ്ട് എന്നുള്ള വസ്തുത കൂടി ഇവിടെ പറയാണ്. അങ്ങനെയാണ് നമ്മളെ 5ാമത്തെ സെക്ഷൻ, ചാപ്റ്റർ 4 5ാമത്തെ സെക്ഷൻ അവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് 6ാമത്തെ സെക്ഷനിലേക്ക് പോകാം. 6ാമത്തെ സെക്ഷനിൽ എന്താ പറയുന്നത്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ പാർട്ട് 1 പ്രത്യേകം പറഞ്ഞിരുന്നു, ഈ ലെറ്റസ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭാഗം ഞാൻ എന്തുകൊണ്ടാണ് വായിക്കാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മുകളിൽ നമ്മൾ പറഞ്ഞില്ലേ, അതിന്റെ ഒരു സമ്മറിയാണ്, അതിന്റെ ഒരു ഷോർട്ട് നോട്ടാണ് ഇത്. ലളിതമായ ഇംഗ്ലീഷിൽ നമ്മളെ പഠിതാക്കൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. കുറച്ചും കൂടി വിശദമായിട്ട് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷിൽ അത് കൊടുത്തതാണ്. ഇപ്പോഴത്തെ ഈ മോഡേൺ ഇംഗ്ലീഷിലൊക്കെ അത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിൽ അത് ഇവിടെ കൊടുത്തതാണ്. അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾ ഈ ടെസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ആവർത്തി വായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം, അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഉപയോഗപ്പെടുന്ന വാക്കാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഇതൊന്നും വായിക്കുന്നില്ല, കാരണം വായിച്ചാൽ തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. എന്താ അടുത്ത സെക്ഷനിലേക്ക് പോവല്ലേ? ഇനി അടുത്ത സെക്ഷനിലൊക്കെ ഭയങ്കര സംഭവമുണ്ട്, ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ത്രില്ലിംഗ് ആണ്. അപ്പൊ അതിലേക്കൊക്കെ നമ്മൾ പോയി നോക്കാം. എന്ത് റെഡിയല്ല? എല്ലാവരും റെഡിയല്ലേ? ഒന്ന് സ്റ്റഡി ആയിട്ട് ഇരുന്നാണ്, എല്ലാവരും ഒന്ന് ഉസ്താറായിട്ട് ഇരുന്നാണ്. ചർച്ച ഒരു നീണ്ട ക്ലാസ് ആണ്, പക്ഷെ ഞാൻ 2 പാർട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഒറ്റ ദിവസം തന്നെ നിങ്ങൾ ഇരുന്ന് കേൾക്കുമ്പോഴാണ് ഈ കഥ മൊത്തത്തിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പൊ ആരും ചടച്ചിരിക്കരുത്, എല്ലാവർക്കും ഒന്ന് ഉസാറായിട്ട് ഇരിക്കുക. ഇരിക്കുന്നിടത്ത് നിന്നൊക്കെ ഒന്ന് എണീറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒക്കെ ഒന്ന് തിരിഞ്ഞിട്ട് വന്ന് ഇരിക്കുക. ഇരുന്നിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകണം. ഓക്കെ, സെക്ഷൻ 6 നമ്മൾ കടക്കുകയാണ്. ഈ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ സെക്ഷൻ 7, അതോടുകൂടി നമ്മളെ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് പോവല്ലേ? ഓക്കെ, സെക്ഷൻ 6 വിശാംബർനാഥ് എന്ന് പറഞ്ഞത് നമ്മളെ വരനാണ്. നമ്മളെ ബോലിനെ കല്യാണം കഴിക്കാൻ പോകുന്ന വരനുണ്ടല്ലോ, 19 വയസ്സുള്ള ചെങ്ങായി, അയാളുടെ പേരാണ് വിശാംബർനാഥ്. വിശാംബർനാഥ് വാസ് എ
ടു ഡു ക്രോസർ. അയാൾ നന്നായിട്ട് പലചരക്ക് വ്യാപാരം ചെയ്യുന്ന ഒരാളാണ് ഈ വിശാംബർ നാഥ് എന്ന് പറഞ്ഞത്. ഹി കേം, അദ്ദേഹം വന്ന് വിത്ത് എ ബിഗ് പാർട്ടി ഓഫ് ഫ്രണ്ട്സ് ആൻഡ് റിലേഷൻ വിത്ത് ഹിം ഫോർ ദ വെഡിങ്. കല്യാണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വലിയ ഒരു ഫ്രണ്ട്സിൻ്റെയും ബന്ധുക്കളുടെയും ഒക്കെ അകമ്പടിയോട് കൂടിയിട്ട് അദ്ദേഹം കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നു. A brass band playing a popular tune from an Indian film headed the പ്രൊസഷൻ. അതായത് പണ്ട് കാലത്ത് ഈ കല്യാണത്തിനൊക്കെ വരന് വരുമ്പോൾ വരൻ കുതിരപ്പുറത്തൊക്കെ കയറിയിട്ടേ വരിക. അപ്പോൾ കുതിരപ്പുറത്തൊക്കെ കയറിയിട്ട് വരുമ്പോൾ അതിന് മുന്നിൽ ബാൻഡ് മേളൊക്കെ ഉണ്ടാവും. ഈ ബാൻഡ് മേള പീപ്പിളൊക്കെ ഉണ്ടാവുമല്ല, ഈ പീപ്പിളിൽ നമ്മളെ പോപ്പുലർ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പാട്ട് ഷാജല്ല പാട്ടൊക്കെ ഉണ്ടല്ലോ, ഷാജല്ല പാട്ട് പഴയ കാലത്ത്, അതേമാതിരി ദുൽഹാനിയ ലൈ ജായങ്ക, അങ്ങനത്തെ ഹിന്ദി പാട്ടിലെ ട്യൂണിൽ ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് വരന്മാർ വന്നത്. അങ്ങനെ തന്നെയാണ് നമ്മളെ വിശാംബർ നാഥ് എന്ന ഈ വലിയ വ്യാപാരി നമ്മളെ ബോലിനെ കല്യാണം കഴിക്കാൻ കല്യാണ പന്തലിലേക്ക് കടന്നു വന്നത്. വിത്ത് ദ ബ്രൈഡ് ഗ്രൂം റൈഡിങ് എ ഡെക്കറേറ്റഡ് ഹോഴ്സ്. അത് കുതിരപ്പുറത്ത് കയറിയിട്ടാണ് നമ്മളെ വരം വന്നിട്ടുള്ളത്. അത് അലങ്കരിച്ച കുതിരപ്പുറത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് മാല കൊണ്ടൊക്കെ അലങ്കരിച്ച കുതിരപ്പുറത്ത് കയറിയിട്ടാണ് നമ്മളെ വരം വന്നിട്ടുള്ളത്. രാംലാൽ വാസ് ഓവർ ജോയഡ്. അദ്ദേഹം ഒരുപാട് ആസ്വദിച്ചു. അദ്ദേഹം തൃപ്തിയായി, സന്തോഷമായി. ടു സീ സച്ച് പോംപ് ആൻഡ് സ്പ്ലെൻഡർ. അതായത് വളരെ അത്ഭുതകരമായ ഭയങ്കര ആഡംബരമായ റിച്ചായ ഒരു കല്യാണം കണ്ടിട്ട് ബോലിൻ്റെ പിതാവ് രാംലാൽ വരെ അത് ഓവറായിട്ട് അദ്ദേഹം ആസ്വദിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം വളരെയധികം സന്തോഷവാനായിരുന്നു. ഹി ഹാഡ് നെവർ ഡ്രീം, അദ്ദേഹം ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല ദാറ്റ് ഹിസ് ഫോർത്ത് ഡോക്ടർ, അതായത് അദ്ദേഹത്തിൻ്റെ 4ാമത്തെ മകൾ വുഡ് ഹാവ് സച്ച് എ ഗ്രാൻഡ് വെഡിങ്. അയാൾ പറഞ്ഞത് അയാളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും തൻ്റെ 4ാമത്തെ മകൾക്ക് ഇത്തരം വലിയ മഹത്തായ ഒരു കല്യാണം ഉണ്ടാവും എന്ന് അദ്ദേഹം ഒരിക്കൽ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഈ പെൺകുട്ടിയെ ഓർത്ത് എപ്പോഴും ടെൻഷനായിരുന്നു അയാൾക്ക്. ബോലി ഈസ് എൽഡർ സിസ്റ്റർ, ബോലിയുടെ മുതിർന്ന സഹോദരിമാർ ഹു ഹാഡ് കം ഫോർ ദ ഒക്കേഷൻ വെർ എൻവിയസ് ഫോർ ഹെർ ലക്ക്. ബോലിക്ക് ഇങ്ങനത്തെ നല്ല ഒരു അവസരം വന്നതിൽ, ഈ റിച്ചായ കല്യാണത്തിനും റിച്ചായ ഒരു ജീവിതവും വന്നതിൽ ചെറിയ ഒരു ദേഷ്യം, ഒരു അസൂയ ഈ ബോലിയുടെ മുതിർന്ന 3 സഹോദരിമാരുണ്ടായിരുന്നല്ലോ, അവർക്ക് ഉണ്ടായിരുന്നു. When the auspicious moment came, the priest said, "Bring the bread." അതായത് പ്രയസ്റ്റ് പുരോഹിതൻ ഉണ്ടായിരുന്നു അവിടെ. പുരോഹിതൻ ഈ മുഹൂർത്തത്തിന്റെ നിമിഷത്തിൽ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, മണവാട്ടിയെ കൊണ്ടുവരൂ. കാരണം മുഹൂർത്തത്തിന് സമയമായില്ലേ. അപ്പൊ കല്യാണ പന്തലിലേക്ക് അല്ലെങ്കിൽ മണ്ഡപത്തിലേക്ക് മണവാട്ടിയെ കൊണ്ടുവരൂ എന്ന് നമ്മളെ പുരോഹിതൻ പറഞ്ഞു. ഒരു കർമ്മി ഉണ്ടാവും അവിടെ, കല്യാണമൊക്കെ ഇതാക്കാനുള്ള കർമ്മി പറഞ്ഞു. അപ്പൊ ബോലി clad in a red silken bridal dress was led to the bride's place near the sacred fire. അത് മണ്ഡപത്തിൽ ഒരു ഹോമൊക്കെ കത്തി വെച്ചിട്ടുണ്ടാവും, ഒരു പവിത്രമായ ഒരു തീ. ആ തീയിന്റെ അടുത്തേക്ക് റെഡ് കളറിലുള്ള മണവാട്ടി ഡ്രസ്സ്, നല്ല ഭംഗിയുള്ള മണവാട്ടി ഡ്രസ്സ് അണിയിച്ചുകൊണ്ട് കല്യാണ മണ്ഡപത്തിലേക്ക് ആനയിച്ചു. ഗാർലാൻഡ് ദ ബ്രൈഡ്. അപ്പോ മണവാട്ടിന്റെ one of his friends prompted വിശംബർ നാഥ്, അതായത് വിശംബർ നാഥിന്റെ സുഹൃത്ത് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. ഗാർലാൻഡ് ദ ബ്രൈഡ്, അപ്പൊ മണവാട്ടിയെ താലിമാല അണിയിക്കാൻ. ഗാർലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താലിമാല അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള മാല. The bridegroom lifted the garland of yellow married gold. താലിമാല ഒരു യെല്ലോ ചരടിൽ കോർത്ത ഒരു മേരി ഗോൾഡാണ്, കല്യാണ സ്വർണം ആണ്. അത് പൊക്കി ആര് നമ്മളെ വരന്. എ വുമൻ സ്ലിപ്പഡ് ബാക്ക്, ഫുള്ളുണ്ട് മാർക്ക് ചെയ്യാം.
ഇടയ്ക്ക് ഡിസ്റ്റർബ് ഉണ്ടാവില്ല. എ വുമൻ സ്ലിപ്പഡ് ബാക്ക് ദ സിൽക്കൻ വെയിൽ ഫ്രം ദ ബ്രൈഡ്സ് ഫേസ്. അതായത് ഈ ചുവന്ന പട്ടിലുള്ള ആ സിൽക്കിന്റെ ആ തിളങ്ങുന്ന ഒരു തട്ടം, ഒരു മുണ്ട് അദ്ദേഹത്തിന്റെ തലയിൽ, ഈ സ്ത്രീയുടെ, ഈ മണവാട്ടിയുടെ തലയിലൂടെ ഇങ്ങനെ മുഖം മറയുന്ന തരത്തിൽ ഉണ്ടായിരുന്നു. അത് വല്ല പിറകോട്ട് വലിച്ചു ഒരു സ്ത്രീ. ഡിസംബർ ടുക്ക് എ ക്വിക്ക് ഗ്ലാൻസ്. ഡിസംബർ അത് വരൻ took a quick glance. The garland remained poised in his hand. The bride slowly pulled down the veil over her face. അപ്പോൾ നമ്മളെ മണവാളെ താലിമാല ചാർത്താൻ വേണ്ടിയിട്ട് കയ്യിൽ താലിമാലയും വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളെ മണവാട്ടി എന്ത് പണിയത്, തന്നെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മുഖം നന്നായിട്ട് കറുത്ത പാടും ഇതൊക്കെ ആയിട്ട് ഒരു ഉപ്പിളി വൃത്തിയായിട്ടൊരു ഫേസല്ല, അപ്പൊ ഫേസ് മറക്കാൻ വേണ്ടിയിട്ട് പിറകോട്ട് വലിച്ച ആ ഷാള് മുന്നോട്ട് തന്നെ പതുക്കെ താത്തി. പെട്ടെന്ന് അവർ താത്തി ആ ഫേസ് മണവാളം കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അതിനൊരു ഷെയിം ഉണ്ടാവും. ഹാവ് യു സീൻ ഹെർ? നീ അവളെ കണ്ടോ? സൈഡ് ഡിസംബർ ടു ദ ഫ്രണ്ട് നെക്സ്റ്റ് ടു ഹിം. ഡിസംബറിന്റെ അടുത്ത് നിന്നിരുന്ന ഫ്രണ്ട്, സുഹൃത്ത് ഡിസംബറിനോട് ചോദിച്ചു, നീ അവളെ കണ്ടോ? ഷീ ഹാസ് പോക്ക് മാർക്സ് ഓൺ ഹെർ ഫേസ്. അവളെ മുഖത്ത് നിറച്ച് വസൂരിന്റെ ഈ മാർക്ക്, അടയാളങ്ങൾ, കറുത്ത അടയാളങ്ങളാണ്. അത് ഇജ്ജ് കണ്ടില്ലേ? സോ വാട്ട്? അതുകൊണ്ട് എന്താ? യു ആർ നോട്ട് യങ് എയ്തർ. നീ ഇപ്പോഴും ബാല്യക്കാരനല്ല. മേ ബി ഒരു പക്ഷേ മുകളിൽ പറഞ്ഞത് സുഹൃത്ത് പറയണേ, നമ്മളെ മണവാളനോട്, വരനോട് പറയണേ, നീ ഇപ്പോഴും കുറച്ച് യങ്ങൊക്കെ തന്നെയാണ്, അല്ലാതെ വയസ്സനൊന്നല്ല. അപ്പോ അടുത്ത സെന്റൻസിൽ എന്താ പറഞ്ഞത്? മേ ബി ബട്ട് ഇഫ് ഐ ആം ടു മേരി ഹെർ ഫാദർ മസ്റ്റ് ഗീവ് മീ 5,000 rupees. ഒരു പക്ഷേ ഞാൻ അവളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവളെ അച്ഛൻ എനിക്ക് 5,000 രൂപയെങ്കിലും സ്ത്രീധനമായിട്ട് തന്നിരുന്നേനെ. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ, ഇപ്പോൾ നാടകീയമായ സംഭവങ്ങളൊക്കെ അവിടെ അരങ്ങേറാണ്. ഈ സുഹൃത്തുക്കളൊക്കെ വരന്റെ മനസ്സ് മാറ്റി. അപ്പൊ വരമ്പം പറയാണ്, 5,000 രൂപ തന്നാലേ ഞാൻ അവളെ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ പറയാണ്. അപ്പൊ രാംലാലും പോയിട്ട് അദ്ദേഹത്തിന്റെ ടർബൻ തലയിൽ കെട്ടുന്ന വലിയൊരു കെട്ടുണ്ട്. നാട്ടിലെ പ്രമുഖന്മാരൊക്കെ ഉണ്ടല്ലോ, നാട്ടിലെ കാര്യപ്പെട്ട ആൾക്കാരൊക്കെ തലയിൽ കെട്ടുന്ന ഒരു കെട്ടാണ്. അതിന് ടർബൻ എന്നാ പറയുക, തലീക്കെട്ട്. ആ തലീക്കെട്ട് അതൊരു ബഹുമാന സൂചകമായ തലീക്കെട്ടാണ്. ആ തലീക്കെട്ട് അദ്ദേഹം അഴിച്ചു ഊരിയിട്ട് ഡിസംബർ എന്ന് പറഞ്ഞ മണവാട്ടന്റെ കാൽച്ചുവട്ടിൽ വെച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു, ഡു നോട്ട് ഹ്യൂമിലിയേറ്റ് മീ. ഇതിനെ അപമാനിക്കല്ല. ടേക്ക് 2,000 rupees, 2,000 ഉറുപ്പിക ഞാൻ തരാം. ഇതിപ്പോ കല്യാണത്തിൽ നിന്നൊന്നും പിന്മാറിക്കണ്ട് ഇന്നെ അപമാനിക്കല്ല എന്ന് ആര് പറയാണ്? ബോലിന്റെ അച്ഛന്, മണവാട്ടിന്റെ അച്ഛന് മണവാളിനോട് പറയാണ്. എന്താ പാട്? പഴയ കാലത്തൊക്കെ ഉള്ള ഓരോരോ വിലപേശലാണ്. നോ 5,000 അല്ലെങ്കിൽ or we go back, keep your doctor. 5,000 ഉറുപ്പിക വന്നപ്പോ കല്യാണം നടക്കും, അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോണിച്ച് എന്റെ മോളിൽ കെട്ടിപ്പിടിച്ച് അവിടെ നിന്നോ എന്ന് ഒരു കൂസലും ഇല്ലാതെ ആര് പറയാണ്? മണവാളം പറയാണ്. Be a little considerate, please. If you go back, I can never show my face in the village. ഇത് കുറച്ചെങ്കിലും ഇന്നൊന്ന് പരിഗണിക്കുക വിചാരിച്ച്. ഇജി അഥവാ തിരിച്ചു പോവുകയാണെങ്കിൽ, കല്യാണം കഴിക്കാതെ തിരിച്ചു പോവുകയാണെങ്കിൽ എൻ്റെ തല പുറത്ത് കാണിക്കാൻ പറ്റില്ല. അക്കത് ഞാൻ മാനം കെട്ട് പോവും. ഈ ഗ്രാമത്തിൽ എൻ്റെ തലവട്ടം കാണിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇജി എന്നെ മാനം കെടുത്തല്ല, എന്നെ കുറച്ചെങ്കിലും ഒന്ന് പരിഗണിക്കുക. എന്നിട്ട് അതൊന്നും ആരടുത്ത് വില പോകുന്നില്ല, ഈ മണവാളിൻ്റെ അടുത്ത് വില പോണില്ല. അപ്പോ എന്ത് ചെയ്ത് നമ്മളെ മണവാട്ടിന്റെ അച്ഛന് ഔട്ട് ഓഫ് ഇറ്റ് 5,000 അവര് 5,000 ഉറുപ്പിക ഒപ്പിച്ച് വന്ന്, ടീയേഴ്സ് സ്ട്രീമിങ് ഡൗൺ ഹിസ് ഫേസ്, കണ്ണുനീരൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തല താന്ന്. രാംലാൽ വെന്റ് ഇൻ. രാംലാൽ
അദ്ദേഹത്തിന്റെ അതായത് 5000 റുപ്യ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിനുള്ളിലേക്ക് പോയി തലയും താത്തി ആകെ അപമാനിതനായിട്ട്. അയാൾ കണ്ണിന്ന് ഇങ്ങനെ കണ്ണുനീരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ പറഞ്ഞ് ഞാൻ 5000 റുപ്യ കൊണ്ടുതരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ വീട്ടിനുള്ളിലേക്ക് പോകുന്നത്. എന്നിട്ട് ഓപ്പൺ ദ സേഫ്, അദ്ദേഹത്തിന്റെ അലമാറ തുറന്ന് ആൻഡ് കൗണ്ടഡ് ഔട്ട് ദ നോട്ടുകളൊക്കെ എടുത്ത് എണ്ണി. ഹി പ്ലേസ്ഡ് ദ ബണ്ടിൽ അറ്റ് ദ ബ്രൈഡ് ഗ്രൂംസ് ഫീറ്റ്. അദ്ദേഹം ഒരു കെട്ട് നോട്ട് മണവാളന്റെ വരന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവച്ച്. അത് 5000 രൂപയോളം ഉണ്ടായിരുന്നു എന്നാണ്. 5000 രൂപ കൊണ്ടുപോയി വരന്റെ കാൽക്കീയിൽ വെച്ചിട്ടാണ് കല്യാണത്തിന് അദ്ദേഹം സംഭവിച്ചത്. എന്തൊരു കഷ്ടമാണ്. ഏതായാലും നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെയാണ് ഓരോ ജീവിതങ്ങളെ. അങ്ങനത്തെ ഓരോ സ്ത്രീധനം എന്ന സമ്പ്രദായമൊക്കെ നമ്മളെ നാട്ടിൽ നിലനിന്നിരുന്നു. നിയമപരമായിട്ട് ഇപ്പോൾ അതൊക്കെ നിരോധിച്ചിട്ടുണ്ട്. എങ്കിലും ഒറ്റപ്പെട്ട അനുഭവങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. അതൊരു വാസ്തവമാണ്. ഏതായാലും മണ്ഡലം നമ്മൾ കഥയിലേക്ക് വരാം, നമ്മൾ പാഠഭാഗത്തിലേക്ക് വരാം. ഓൺ ഡിസംബർസ് ഗ്രീഡ്ലി ഫേസ് അപ്പിയർഡ് ആൻഡ് ട്രിബറ്റ് സ്മൈൽ. അങ്ങനെ നമ്മളെ മണവാളന്റെ മുഖം പ്രത്യക്ഷപ്പെട്ട് ഒരു വിജയശില്പിയായി. ഹി ഹാഡ് ഗാംബ്ലറ്റ് ആൻഡ് വൺ. അദ്ദേഹം വിജയശില്പിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഗീവ് മീ ദ ഗാർലാൻഡ് ഹി അനൗൺസ്ഡ്. അയാൾ വിജയശില്പിയായിട്ട് അയാൾ ഉറക്കെ പറയാണ്, ആ താലിമാല ഉണ്ട് കൊണ്ടാ. അയാൾ പൈസ ഒക്കെ തന്നിട്ടുണ്ട്, ഞാൻ താലിമാല ഉണ്ട് കൊണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ആ താലിമാല ആരുടെ പൂജാരിയുടെ അടുത്ത് നിന്ന് വാങ്ങാണ്. Once again the veil was slipped back from the bride's face. ഒരിക്കൽ കൂടി മണവാട്ടിന്റെ മുഖത്തിൽ നിന്നും ആ മുഖപടലം പിറകോട്ട് നീങ്ങി. ബട്ട് എന്നാൽ ദിസ് ടൈം ഹെർ ഹൈസ് വെർ നോട്ട് ഡൗൺ കാസ്റ്റ്. പിറകോട്ട് ഒരിക്കൽ കൂടി ആ മുഖപടലം, ആ ഷാള് മുഖത്തേക്ക് ഇങ്ങനെ തൂക്കി നിന്ന് ഷാള് പിറകോട്ട് പോയപ്പോൾ ആ മണവാട്ടിന്റെ കണ്ണുകള് ഒരിക്കലും താഴോട്ട് നോക്കുന്ന രൂപത്തിലായിരുന്നില്ല. ഷീ വാസ് ലുക്കിംഗ് അപ്പ്. അവൾ നേർക്കുനേരെ നോക്കുന്ന രൂപത്തിലായിരുന്നു. ലുക്കിംഗ് സ്ട്രൈറ്റ് ആറ്റ് ഹെർ പ്രൊസ്പെക്റ്റീവ് ആസ്പെക്ട്. അയാളെ പ്രതിശുദ്ധ വരന്റെ മുഖത്തേക്ക് നേരിട്ടായിരുന്നു അയാൾ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ആ മണവാട്ടി നോക്കുന്നത്. ഇപ്പൊ നാണം കുടുങ്ങിയ മണവാട്ടിയൊന്നല്ല. പെട്ടെന്ന് മണവാട്ടി ബോൾഡായി, ഭയങ്കര വിജിലന്റ് ആയിട്ട്, ഭയങ്കര സമർത്ഥയായ ഒരു പെണ്ണായി മാറി പെട്ടെന്ന്. ആൻഡ് ഇൻ ഹെർ ഹൈസ് ദർ വാസ് നെയ്തർ ആങ്കർ നോർ ഹേറ്റ്. ഒന്നിക്കലോ അവളെ കയ്യില് ദേഷ്യത്തോടുള്ള നോട്ടാണ്, അല്ലെങ്കിൽ വെറുപ്പോടുള്ള നോട്ടാണ്. ഓൺലി കോൾഡ് കണ്ടംപ്റ്റ്. അതായത് അവളൊരു തണുത്ത ഇത് മാത്രം അല്ല, അവളൊരു ദേഷ്യത്തോടുള്ള, ദൃഢനിശ്ചയത്തോടുള്ള ഒരു നോട്ടമാണ് ഹസ്ബൻഡിന്റെ മുഖത്തേക്ക് നോക്കിയത്. ബിശാംബർ റൈസഡ് ദ ഗാർലാൻഡ് ടു പ്ലേസ് ഇറ്റ് റൗണ്ട് ഓഫ് ദ ബ്രൈഡ്സ് നെക്ക്. അവളെ കഴുത്തില്ലേ, ആ കഴുത്തിന്റെ ചുറ്റും താലിമാല ചാർത്താൻ വേണ്ടിയിട്ട് വരന്, ആ ബിശാംബർ എന്ന് പറഞ്ഞ ആ മനസ്സാക്ഷി ഇല്ലാത്തവന് ഇങ്ങനെ താലിമാല ചാർത്താൻ വേണ്ടിയിട്ട് കൈകൾ ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ, ബട്ട് ബിഫോർ ദ കുഡ് സോ പോലീസ് ഹാൻഡ് സ്ട്രക്ക് ഔട്ട് ലൈക്ക് എ സ്ട്രീക്ക് ഓഫ് ലൈറ്റിംഗ് ആൻഡ് ദ ഗൺ വാസ് ഫ്ലൈങ് ഇൻടു ദ ഫയർ. ഈ മണവാട്ടി എന്ത് പണിയത്, താലി കൗത്തിൽ ചാർത്തിന് മുമ്പോട്ടായിട്ട് പിന്നെ മണവാട്ടി ആ താലിമാല വലിച്ചെടുത്തിട്ട് കയ്യിൽ ചുരുട്ടിയിട്ട് അവിടെ കത്തിക്കൊണ്ടിരുന്ന ആ തീയിലേക്ക് ഒരറ്റ ഏറാണ്. She got up and threw away the veil. അങ്ങനെ അവള് എണീറ്റ് നിന്ന് അവളെ മുഖപടം ഒക്കെ എടുത്ത് ദൂരോട്ട് വലിച്ചെറിഞ്ഞു. അതാണ് സെക്ഷൻ 6 ഇവിടെ പറഞ്ഞത്. ഇനി നമ്മള് സെക്ഷൻ 7 കടക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇപ്പൊ സെക്ഷൻ 7 എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ സെക്ഷൻ 6 സംഭവിച്ചത്? കല്യാണത്തിന് കായ് ആവശ്യപ്പെട്ട് പെണ്ണിന് സൗന്ദര്യം കുറവായതിന്റെ പേരില് അങ്ങനെ കജിങ്കാലൊക്കെ പിടിച്ച് ലാസ്റ്റ് അവസാനം 5000 രൂപ കൊടുത്തു. താലി കെട്ടാൻ സമയത്ത് മണവാട്ടി എന്ത് പണിയത്, ആ താലിമാലൊക്കെ ഇട്ട് രറ്റ കയറാൻ അറിയുന്നത്. അപ്പൊ അവിടെ വന്ന് നിൽക്കുകയാണ് ഇപ്പൊ നമ്മള്. ഇനി നമ്മള് സെക്ഷൻ 7 ഒന്ന് നോക്കാം. സെക്ഷൻ 7 എന്താ പറഞ്ഞത്? പിതാജി
സെക്ഷൻ എയില് പിതാജി സൈഡ് പോലീസ് ഇൻ ക്ലിയർ ലൗഡ് വോയിസ്. സാധാരണ ഈ നമ്മളെ മറ്റേ ബോലി എന്ന് പറഞ്ഞ ഈ കുട്ടി ഉണ്ടല്ല, ഈ കുട്ടി പിതാജി എന്നൊക്കെ വിളിക്കുന്നത് പി 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 പിതാജി അങ്ങനെയൊക്കെയാണ് വരിക. പക്ഷെ ഈ സന്ദർഭത്തിൽ അവൾ വളരെ കോൺഫിഡൻസോട് കൂടി പിതാജി എന്ന് വളരെ ക്ലിയർ ആയിട്ട് ലൗഡായിട്ടുള്ള വോയിസിൽ വിളിച്ച്. ആൻഡ് ഹെർ ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ, റിലേഷൻ ആൻഡ് നെയ്ബേഴ്സ് were started to hear her speak without even the slightest stammer. ചെറിയ രീതിയിൽ പോലും വിൽക്കാതെ തൻ്റെ ബോലി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിൻ്റെ ഈ സംഭാഷണം ആദ്യമായിട്ട് ഫാദറും മദറും സിസ്റ്ററും ബ്രദറും പോരാത്തിന് ബന്ധുക്കളും അയൽവാസികളും വരെ അന്നു മുതലാണ് കേൾക്കുന്നത്. ഇവിടെ അവർ കേൾക്കുന്നത് എങ്ങനെയാണ്? പെട്ടെന്നുള്ള ഒരു ഷോക്കോട് കൂടിയിട്ട്, പെട്ടെന്നുള്ള ഒരു ഇടിവെട്ടിയൊക്കെ മാതിരിയാണ് ഇവിടെ സംസാരം ഈ പറഞ്ഞ ആളുകളൊക്കെ കേട്ടത്. പക്ഷെ ഇവള് വിക്കില്ലാതെ സംസാരിക്കുന്ന വിവരമൊക്കെ ആർക്കറിയാം? നമ്മളെ പഴയ ടീച്ചർക്കറിയാം. ടീച്ചറാണ് അവളെ ഈ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ഇവള് ഉറച്ച ശബ്ദത്തിൽ വിക്കൊന്നില്ലാതെ ഒരൊറ്റ വിളി പിതാജി. പിന്നെ രണ്ടാമത് പറഞ്ഞ പിതാജി ടേക്ക് ബാക്ക് യുവർ മണി, നിങ്ങൾ പൈസ തിരിച്ചെടുക്കുക. ഐ ആം നോട്ട് ഗോയിങ് ടു മാരി ദിസ് മാൻ. ഈ മനുഷ്യനെ ഞാൻ കല്യാണം കഴിക്കാൻ പോണില്ല. നിങ്ങൾ അന്നത്തെ കാലത്ത് 1925-30 കാലഘട്ടത്തിൽ ഈ 5000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയ്ക്ക് തുല്യമായ പൈസയാണ്. ആ പൈസ ഇങ്ങോട്ട് തിരിച്ചെടുക്കാനാണ് പറഞ്ഞത്. ഞാൻ ഈ മനുഷ്യനെ കല്യാണം കഴിക്കാനൊന്നും പോണില്ല. ഈ ഹൃദയമില്ലാത്ത, മനസ്സാക്കിയില്ലാത്ത ഈ മനുഷ്യനെ കല്യാണം കഴിക്കാൻ പോണില്ല എന്നൊക്കെ ഉറച്ച ശബ്ദത്തിൽ തെല്ല് പോലും വിൽക്കാതെ ആ പെൺകുട്ടി പറഞ്ഞു. രാംലാൽ വാസ് തണ്ടർസ്ട്രക്ക്. ഇടിവെട്ടിയ മാതിരി രാംലാൽ നിന്നു. ദ ഗസ്റ്റ് ബിഗൻ ടു വിസ്പർ. അവിടെ വന്ന വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ, കല്യാണത്തിന് വന്ന ആളുകളൊക്കെ ഇങ്ങനെ ഓരോന്ന് മന്ത്രിക്കാൻ തുടങ്ങി. പിറു 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പല അഭിപ്രായങ്ങളും പറയാൻ തുടങ്ങി. അവരെന്താ പറയണത്? സോ ഷേംലെസ്, സോ ഉഗ്ലി ആൻഡ് സോ ഷേംലെസ്. അതായത് നാണില്ലാത്തവള്, വൃത്തികെട്ടവള്, നാണില്ലാത്തവൾ എന്നൊക്കെ പറയുന്നത് പലരും പല കോലത്തിൽ പല അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങി. പക്ഷേ ബോലി വീണ്ടും വിക്കൊന്നില്ലാതെ, പിന്നെ ബോലിയല്ല, നമ്മളെ ഈ ബന്ധുക്കളൊക്കെ ഇങ്ങനെ മന്ത്രിക്കാൻ തുടങ്ങിയല്ല, നാണമില്ലാത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ മുമ്പ് കല്യാണം നടന്നില്ലെന്നുണ്ടെങ്കിൽ ആകെ നാണം കെട്ടു പോകും എന്ന് വിചാരിച്ചിരുന്ന നമ്മുടെ രാംലാൽ, അതായത് മണവാട്ടിന്റെ അച്ഛന് എവിടുന്നൊക്കെ പൈസ ഒക്കെ കൊണ്ടുവന്ന് 5000 റുപ്യ അൽമാറിയിൽ നിന്ന് എണ്ണി തിട്ടപ്പെടുത്തി കൊടുന്ന് ഈ കല്യാണം നടക്കണം എന്നൊരു അഭിമാനത്തോടു കൂടി ഈ സൊസൈറ്റിന്റെ മുന്നിൽ, ഈ സമൂഹത്തിന്റെ മുന്നിൽ, ഈ ഗ്രാമീണരുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി ജീവിക്കണം എന്നൊക്കെ വിചാരിച്ച് ലോകത്തില്ലാത്ത കായുണ്ടാക്കി സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിക്കാൻ നിന്നപ്പോൾ പെണ്ണ് നേരെ ഉൾട്ടായി. അവൾക്ക് ആ ചെങ്ങായും വേണ്ട, ആ കല്യാണം വേണ്ട, ആ പൈസ ഒക്കെ തിരിച്ചെടുക്കാനാ പറഞ്ഞത്. അപ്പോ ദേഷ്യത്തോട് കൂടിയിട്ട് നമ്മളെ രാംലാൽ പറയാണ്, ബോലി ആർ യു ക്രേസി? മോളെ നേർക്ക് തിരിഞ്ഞിട്ട് ഷൗട്ടഡ് രാംലാല് ആക്രോശിച്ച്, ബോലി എനിക്കെന്താ പിരാന്താണോ? യു വാണ്ട് ടു ഡിസഗ്രി യുവർ ഫാമിലി? അതായത് എൻ്റെ ഈ കുടുംബത്തിൽ നിന്നും പിന്നെ വിരുദ്ധമായിട്ടാണോ അല്ലെങ്കിൽ പൊരുത്തക്കേട് സംഭവിച്ചിട്ടാണോ ഇത് ജീവിക്കാൻ പോണത്? എനിക്ക് അതാണ് ആഗ്രഹം. ഹാവ് യു സം റിഗാർഡ് ഫോർ അവർ ഇസ്സത്ത്? ഈ ഇസ്സത്ത് എന്ന് പറഞ്ഞ വാക്ക് ഹിന്ദി വേർഡാണ്. അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം ഡിഗ്നിറ്റി, അതായത് മലയാളത്തിൽ പറയുന്നത് അഭിമാനം. ഇസ്സത്തിന്റെ മലയാള വാക്ക് അഭിമാനം എന്നാണ് പറഞ്ഞത്. അപ്പോ എനിക്ക് കുറച്ചെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ ഒരു അഭിമാനം ഉണ്ട്, അത് പരിഗണിക്കണുണ്ടോ എന്നൊക്കെയാണ് രാംലാൽ ദേശത്തോടു കൂടി ചോദിക്കുന്നത്. 5000 റുപ്യൊക്കെ കൊടുത്തിട്ട് ആ മനുഷ്യപ്പറ്റില്ലാത്ത ആളെ കൂടെ കല്യാണം കഴിച്ചിട്ടാണല്ല കുടുംബത്തിന്റെ അഭിമാനം കാക്കേണ്ടത്. വയസ്സന്മാരെ ഓരോരോ ശൈലിയാണ്, അത് നോക്കിയിട്ട് കാര്യമില്ല. ഫോർ ദ സേക്ക് ഓഫ് യുവർ ഇസ്സത്ത് സേഡ് ബോലി, അതായത് നിങ്ങളുടെ ഇസ്സത്തിന് വേണ്ടി, ഇസ്സത്തിന്റെ പിന്നെ ഒരു ഇത് മാത്രമാണോ? ഐ വാസ് വില്ലിംഗ് ടു മാരി ദിസ് ലാം ഓൾഡ് മാൻ, but I will not have such a mean, greedy and contemptible coward as my husband. I want.
ഞാൻ ഈ മുടന്തനായ ഈ വയസ്സൻ ചെങ്ങായിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതായിരുന്നു. അതിന് സമ്മതമായിരുന്നേ. കാരണം ഇവര് പിന്നെ ഇവരിങ്ങനെ രാത്രി സംസാരിക്കണതൊക്കെ നമ്മൾ ബോലി ഇരുന്ന് കേൾക്കാനുള്ള വയസ്സായ ആളാണ്, ആനയാണ്, തോട്ടിയാണ്, വേറെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട് എന്നൊക്കെ. എന്നിട്ട് പോലും ഈ മനുഷ്യനെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിച്ചതായിരുന്നു നമ്മളെ കുടുംബത്തിന്റെ അഭിമാനം ഓർത്ത്. എന്നാൽ ഞാൻ ഐ വിൽ നോട്ട് ഹാവ് സച്ച് എ മീൻ ഗ്രീഡ്ലി ആൻഡ് കണ്ടംപ്റ്റ്ലി കോവാർഡ് ആസ് മൈ ഹസ്ബൻഡ്. ഈ മനുഷ്യ പറ്റില്ലാത്ത, ഈ വികൃതിയായ, ഈ ക്രൂരനായ ഈ മനുഷ്യനെ കല്യാണം കഴിക്കാൻ ഞാൻ റെഡിയല്ല. ഐ വാണ്ട് ഒറ്റ ഇതാണ്. അതായത് എനിക്ക് വേണ്ട 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 എന്ന് ഒറ്റയടിക്ക് അവര് പറഞ്ഞു. What a shameless girl! We all thought she was harmless dumb cow. എന്ത് നാണില്ലാത്ത പെണ്ണാണ്. നമ്മളൊക്കെ വിചാരിച്ചത് എന്താണ്? നമ്മൾ എല്ലാവരും വിചാരിച്ചത് ഇത് ഒരു എന്താ പറയാ, ഒരു കാഠിന്യമില്ലാത്ത, ആരും ഉപദ്രവിക്കാത്ത ഒരു മുണ്ടാപ്രാണിയാണ്, അല്ലെങ്കിൽ മച്ചിപ്പശുവാണ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അതിന് വിപരീതമായിട്ട് ഒരു നാണില്ലാത്തൊരു പെണ്ണായിപ്പോയി ഇവള് എന്നൊക്കെ ആര് പറയാ. ഒരു വൃദ്ധയായ സ്ത്രീ അവളെ മരിങ്ങത്ത് നിന്നിട്ട് പറയാണ്. അപ്പോ ആ സ്ത്രീക്ക് നേരെ തിരിഞ്ഞ് അവര് ബോലി ടേൺഡ് വയലന്റ്ലി ഓൺ ദ ഓൾഡ് വുമൻ. ആ വയസ്സായ സ്ത്രീക്ക് നേരെ തിരിഞ്ഞ് വളരെ അക്രമത്തോടു കൂടി തന്നെ, യെസ് ആന്റി, യു ആർ റൈറ്റ്, യു ഓൾ തോട്ട് ഐ വാസ് ഡം ഡ്രൈവ് cow. That is why you wanted to hand me over the heartless creature. But now the dumb cow, the stammering fool, is speaking. Do you want to hear more? അതായത് ഇത് ഒരു സ്ത്രീ അവിടെ ആ ആൾക്കൂട്ടത്തിന്റെ അടിയിൽ അവൾ അടുത്ത് നിന്നിട്ട് പറയാണ്, നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഒരു മിണ്ടാപ്രാണിയാണ്, പാവപ്പെട്ട പെണ്ണാണ് എന്നൊക്കെയാണ്. പക്ഷെ അതിനൊക്കെ വിപരീതമായിട്ട് ഇത് ഭയങ്കര ക്രൂരയായ ഒരു പെണ്ണാണെന്നൊക്കെയാണ് പറഞ്ഞത്. ആ സ്ത്രീക്ക് നേരെ, ആ വൃദ്ധയായ ആ സ്ത്രീക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഇവള് പറയാണ്, യെസ്, നിങ്ങൾ പറഞ്ഞത് തന്നെ ശരി, നിങ്ങളൊക്കെ ചിന്തിച്ചത് ഞാന് വെറും മച്ചിപ്പശുവാണ്, മിണ്ടാപ്രാണിയാണെന്നാണ്. അതുകൊണ്ട് ഞാന് ഈ മനസാക്ഷി ഇല്ലാത്ത ഇയാളെ കൂടെ ജീവിക്കണം, അയാൾക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. എന്നാൽ ഇപ്പോ ഈ മച്ചിപ്പശു പിന്നെ ഫൂളി വിഡ്ഢിയാണ് എന്നുള്ളത് ഇവിടെ നിൽക്കുകയാണ്. ഇവളിപ്പോ സംസാരിക്കുകയാണ് ഉച്ചത്തിൽ. ഈ മച്ചിപ്പശു സംസാരിക്കുന്നു, നിങ്ങൾക്ക് കൂടുതൽ ഇനി എന്തെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് കേൾക്കണോ എന്നുള്ള ഒരു വാണിംഗും കൂടി അവർക്ക് നേരെ തിരിയാണ്. Bisambar Nath, the grocer, started to go back with his party. The confused bandsman thought this was the end of the ceremony and struck up closing song. അപ്പോ ആ കല്യാണ പന്തൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു മൂലൊക്കെ ബാൻഡ് മേളങ്ങളും നല്ല പാട്ടിന്റെ ഈണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മളെ ആ മലച്ചരക്ക് വ്യാപാരിയായ ആ പണക്കാരനായ ആ ബിസാംബർ നാഥ് എന്ന് പറഞ്ഞ ആ പ്രതിശുദ്ധ വരണ്ടല്ല, അയാൾ ആ പാർട്ടിയിൽ നിന്നും പിറകോട്ട് പോകാൻ തുടങ്ങി. കാരണം ഈ പെണ്ണ് കല്യാണത്തിന് സമ്മതിക്കൂല എന്നുള്ളത് അയാൾക്ക് ഉറപ്പായി. പക്ഷേ ആ ബാൻഡ് മേളക്കാര് കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു, ആശയക്കുഴപ്പത്തിലായിരുന്നു. അവർ ചിന്തിച്ച് ഈ കല്യാണം ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്, ഈ കല്യാണ പരിപാടിയൊക്കെ. അവർ അവരുടെ ബാൻഡ് മേളങ്ങളും അവരുടെ ആ പാട്ടൊക്കെ പതുക്കെ അങ്ങോട്ട് സ്ലോ ആക്കി അതങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ, അവിടെ നിർത്താൻ തുടങ്ങി. Ramlal stood rooted the ground, his head bowed low with the weight of grief and shame. ഇവിടെ ഈ സന്ദർഭത്തിൽ എന്താ പറഞ്ഞത്, രാംലാല് നിന്ന ആ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നിന്നും വേരുകൾ താഴോട്ട് ഇറങ്ങിപ്പോയ മാതിരി അവിടെ നിന്ന് ഹിസ് ഹെഡ്, അദ്ദേഹത്തിന്റെ തല വളരെ താന്നുപോയി. തല ഭാരം കൊണ്ട് അദ്ദേഹത്തിന് തലൊക്കെ ഭയങ്കര ഭാരമുള്ളതായിട്ട് തോന്നി. അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. പിന്നെന്താ പറയുന്നത്, ദ ഫ്ലെയിംസ് ഓഫ് ദ സാക്രഡ് ഫയർ സ്ലോലി ഡെഡ് ഓവൺ. അവിടെ ഹോമം
പവിത്രമായ തീ കത്തിക്കൊണ്ടിരുന്നതല്ല. ആ തീയൊക്കെ പതുക്കെ പതുക്കെ അണയാൻ തുടങ്ങി. എവരി ഓൺ വാസ് ഗോൺ. എല്ലാവരും പോവാൻ തുടങ്ങി. രാംലാൽ ടൊർണഡ് ടു ബോലി ആൻഡ് സൈഡ്. രാംലാൽ എന്ന മനുഷ്യന്, ആ ബോലിയുടെ പിതാവ്, ബോലിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ബട്ട് വാട്ട് അബൌട്ട് യു? എന്താണ് നീ നിന്നെ കുറിച്ച് വിചാരിക്കുന്നത്? നോ വൺ വിൽ എവർ മേരി യു. നോ, ഇപ്പോ ആരും നിന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ വാട്ട് ഷാൽ വി ഡു വിത്ത് യു? നീ നിന്നോടൊപ്പം എന്ത് ചെയ്യും ആരും കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ? അപ്പോ നമ്മളെ ബോലി മറുപടി പറയാം, ആൻഡ് സുലൈഖ സെഡ്. സുലൈഖ എന്നാണ് ഈ ബോലിന്റെ യഥാർത്ഥ പേര്. പക്ഷെ ഇവിടെ ഈ ബോൾഡ് ആയിട്ടുള്ള ഈ നല്ല പെണ്ണ്, ഈ കഥാപാത്രം തന്നെ ആ ബോലി എന്നുള്ള പേര് മാറ്റിയിട്ട് സുലൈഖ എന്ന് കൊടുക്കുകയാണ്. സുലൈഖ സെഡ് ഇൻ എ വോയിസ്, ഉറച്ച ശബ്ദത്തിൽ സുലൈഖ ചൊല്ലി, ദാറ്റ് വാസ് കാം ആൻഡ് സ്റ്റഡി. ഉറച്ച ശബ്ദത്തിൽ സുലൈഖ പറഞ്ഞു, ഡോണ്ട് യു വറി പിതാജി, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇൻ യുവർ ഓൾഡ് ഏജ് ഐ വിൽ സെർവ് യു ആൻഡ് മദർ ആൻഡ് ഐ വിൽ ടീച്ച് ഇൻ ദ സെയിം സ്കൂൾ where I learned to so much. Isn't that right, ma'am? അപ്പൊ ഇവിടെ പറയണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സുലൈഖ ഉറച്ച ശബ്ദത്തോടു കൂടി തന്റെ പിതാവിനോട് പറയാണ്, എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. നിങ്ങളുടെ വയസ്സ് കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളെ സേവിക്കും, നിങ്ങളെ നന്നായി നോക്കും. അതുപോലെ തന്നെ അമ്മയെയും ഞാൻ തന്നെ നോക്കും. അതിന് ഞാൻ പണം കണ്ടെത്തൽ എങ്ങനെയാണ്? ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ, ഞാൻ കൂടുതലായിട്ട് പഠിച്ച ഈ സ്കൂളിൽ ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്യും. എന്നിട്ട് അദ്ദേഹത്തെ പഠിപ്പിച്ചൊരു ടീച്ചറുണ്ട്. ആ ടീച്ചറാണ് ഈ പെണ്ണിന്റെ റോൾ മോഡൽ. ഈ ബോലി എന്ന് പറഞ്ഞ നമ്മുടെ കഥാപാത്രത്തിന്റെ റോൾ മോഡൽ. അപ്പൊ ആ റോൾ മോഡലിന്റെ ആ കഥ ടീച്ചർ നേരെ തിരിഞ്ഞുകൊണ്ട്, ഇസ്ഇന്റ് ദാറ്റ് റൈറ്റ് മാം, ഞാൻ പറഞ്ഞതല്ലേ ശരി എന്ന് ടീച്ചറോട് ചോദിക്കുകയാണ്. The teacher had all along stood in a corner watching the drama. ഈ നാടകങ്ങളൊക്കെ കണ്ടുകൊണ്ട് ടീച്ചർ ആ കല്യാണ പന്തലിലെ ഒരു മൂലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. യെസ് ബോലി, ഓഫ് കോഴ്സ്. ടീച്ചർ മറുപടി കൊടുക്കുകയാണ്, നീ പറഞ്ഞത് തന്നെയാണ് ശരി, തീർച്ചയായും നീ തന്നെയാണ് ശരി. ടീച്ചർ മറുപടി കൊടുത്ത്, she replied, and in her smiling eyes was the light of deep satisfaction that is an artist feel when he contemplates the കംപ്ലീഷൻ ഓഫ് ഹിസ് മാസ്റ്റർ പീസ്. ഇവിടെ ഒരു ഉദാഹരണം കൊടുക്കാൻ, ടീച്ചർ വളരെ സംസ്കൃതിയായിരുന്നു, വളരെ ആത്മസംസ്കൃതിയിലായിരുന്നു ടീച്ചർ. എങ്ങനെ ഒരു ആർട്ടിസ്റ്റ് അദ്ദേഹത്തിന്റെ രചന, അദ്ദേഹത്തിന്റെ ആ ഒരു സൃഷ്ടി പൂർത്തീകരിച്ചതിന് ശേഷം ആർട്ടിസ്റ്റിന് ആയത്തിൽ തോന്നുന്ന ഒരു സംസ്കൃതി ഉണ്ട്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ആ ടീച്ചറിന്റെ കണ്ണുകളിലും ഉണ്ടായിരുന്നത് എന്ന്. കാരണം ആ ടീച്ചർ ഈ മകളെ, ഈ കുട്ടിനെ, ഈ സ്റ്റുഡൻസിനെ ഇത്ര നല്ല ഒരു ശബ്ദമുള്ള സ്റ്റുഡൻസ് ആക്കി മാറ്റിയതിന്റെ ഒരു സൃഷ്ടി ആ ടീച്ചർ തന്നെ ആയിരുന്നു. ആ ടീച്ചർ ആ കുട്ടീന്റെ കുട്ടിക്കാലൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ, കൂട്ടുകാരിൽ നിന്നും പിന്നെ മൂത്ത സിസ്റ്റർമാരിൽ നിന്നും സഹോദരന്മാരിൽ നിന്നൊക്കെ അകന്ന്, ആരും ശ്രദ്ധിക്കാതെ, വളരെ വൃത്തിഹീനമായ നേരവണ്ണം കുളിക്കാതെയും തലയും മുടിയൊന്നും ചീകായൊക്കെ നടന്നിരുന്ന ഒരു പെണ്ണിനെ ഒരു നല്ല ഒരു ശബ്ദമുള്ള ഒരു സ്ത്രീയാക്കി മാറ്റിയതിന്റെ പ്രധാന ശില്പി നമ്മളെ ഈ ടീച്ചറായിരുന്നു. അതിന്റെ ഒരു അഭിമാന ബോധത്തോടു കൂടി ആ ടീച്ചർ ഒരു മൂലൊക്കെ നിന്ന് കൈയടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ബോലി, നീ പറഞ്ഞതാണ് ശരി, നിന്റെ തീരുമാനമാണ് ശരി എന്ന് ആ തൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസിനെ സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈ ചാപ്റ്ററിന്റെ ഈ 4ാമത്തെ ചാപ്റ്ററിന്റെ 7 സെക്ഷനും ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന് കുറെ നല്ല ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു ഗൈഡ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മൾ ആ ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ഈ ബോലിനെ കുറിച്ചിട്ടും ടീച്ചറെ കുറിച്ചും രാംലാൽ, അതായത് ബോലിന്റെ ഫാദറിനെ കുറിച്ചിട്ടും മദറിനെ കുറിച്ചിട്ടൊക്കെ ഇതിൽ നല്ല ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ഇംഗ്ലീഷിൽ നല്ല ഒരു പദസമ്പത്ത് സമ്പാദിക്കുക. അതാണ് നമ്മളെ
ഈ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലൊക്കെ ഇംഗ്ലീഷ് നിർബന്ധമാക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നല്ല നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല അറിവ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അറിവ് ലഭിച്ചെങ്കിലേ നിങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അത് ഉപകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി മാർക്ക് നേടുക എന്ന ഒരു ഉപദേശത്തോട് കൂടിയിട്ട് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ബൈ.